ബേഡകം മുന്നാട് സ്വദേശിനിയായ കായികാധ്യാപിക പ്രീതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനും തടവും പിഴയും ശിക്ഷ. ആത്മഹത്യാ പ്രേരണാക്കുറ്റം അടക്കം ചുമത്തിയാണ് കാസർഗോഡ് അഡീഷണൽ സെഷൻസ് കോടതി ഇരുവർക്കും ശിക്ഷ വിധിച്ചത്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. കായികാധ്യാപികയും മുന്നാട് സ്വദേശിനിയുമായ പ്രീതി എന്ന 33-കാരി സ്വന്തം വീട്ടിലെ സ്റ്റെയർകേസ് കൈവരിയിൽ തൂങ്ങിമരിച്ച സംഭവത്തിലാണ് ഭർത്താവ് വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രാകേഷ് കൃഷ്ണ, ഭർത്തൃമാതാവ് ശ്രീലത എന്നിവരെ കാസർഗോഡ് അഡീഷണൽ ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി എ മനോജ് ശിക്ഷിച്ചത്. കേസിലെ ഒന്നാം പ്രതിയായ രാകേഷ് കൃഷ്ണയ്ക്ക് 9 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും, മൂന്നാം പ്രതിയായ ഭർത്തൃമാതാവ് ശ്രീലതയ്ക്ക് 7 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. പിഴയടച്ചില്ലെങ്കിൽ ഇരുവരും 8 മാസം അധിക തടവും അനുഭവിക്കണം. കേസിലെ രണ്ടാം പ്രതിയായ ഭർത്തൃപിതാവ് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന കാലയളവിൽ മരണപ്പെട്ടിരുന്നു. അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ഇ ലോഹിതാക്ഷൻ, അഡ്വക്കേറ്റ് ആതിരാബാലൻ എന്നിവരാണ് കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്. ഈ മരണപ്പെട്ട പ്രീതി എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറും നാഷണൽ കബഡി താരമൊക്കെ ആയിരുന്നു. അപ്പോൾ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും പീഡനം കൊണ്ടാണ് ഇവർ ആത്മഹത്യ ചെയ്തത് എന്ന് കോടതി ഇവരുടെ സഹോദരിയുടെ മൊഴിയും അമ്മയുടെ മൊഴിയും അതുപോലെ തന്നെ ഇവർ തൊട്ട് മുമ്പ് ഒരു 10 ദിവസം മുമ്പേ ബേഡകം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലും അത് കൂടാണ്ട് ഡൊമസ്റ്റിക് വയലൻസിനെതിരെ കേസ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടി അഭിഭാഷകന്റെ അടുത്തൊരു നോട്ട്സ് എല്ലാം കൊടുത്തിരുന്നു. മകളെ ഭർത്താവും ഭർത്തൃ വീട്ടുകാരും നിരന്തരം പീഡിപ്പിക്കാറുണ്ടായിരുന്നുവെന്ന് മരിച്ച പ്രീതിയുടെ അമ്മ അനിത പറഞ്ഞു. 2017 ഓഗസ്റ്റ് 18-നാണ് കേസിനാസ്പദമായ സംഭവം. ഭർത്താവിന്റെയും ഭർത്തൃ വീട്ടുകാരുടെയും നിരന്തരമായ പീഡനം തന്നെയാണ് യുവതി ജീവനൊടുക്കാൻ കാരണമായതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ബേഡകം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്നത്തെ SI ആയിരുന്ന എ ദാമോദരനാണ് ആദ്യം അന്വേഷണം നടത്തിയത്. പിന്നീട് കാസർഗോഡ് DYSP ആയിരുന്ന MV സുകുമാരനാണ് അന്വേഷണം പൂർത്തിയാക്കി കേസിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.